അങ്ങനെ കൊടുവാട് രഘു പഞ്ഞിക്കെട്ട് രഘുവായി. ബോസ്, നമ്മളിനി ഇങ്ങനെ ക്ഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ടീമിൽ ഒരുത്തനെയാവാ അടിച്ചത്. ഇത് തമാശ കളിയല്ല. തമാശയുടെ ഒക്കെ കാലം കഴിഞ്ഞു. രഘുവിന് നല്ല പരിക്ക പറ്റിയിരിക്കുന്നത്. തിരിച്ചു കൊടുക്കണ്ട അവന്. ശരിയോ നീ പറഞ്ഞത്? അവൻ നമ്മുടെ ടീമിലെ ഒരാളെ തന്നെ അടിച്ചത്. എത്ര ധൈര്യം ഉണ്ടായിട്ടായിരിക്കണം അവൻ ഈ സിംഹരാജിൻ്റെ ആളെ തന്നെ അടിച്ചത്. കാട്ടി കൊടുക്കണം അവന് ഈ തീപ്പൊരികൻ ആരാണെന്ന്. ശരിയോ ബോസ്? അവൻ ഇപ്പം തന്നെ ഇവിടെ എത്തിക്കണം. അറിയട്ടെ അവൻ ഈ തീപ്പൊരികങ്ങിൻ്റെ പവർ എന്താണെന്ന്. ഒരു കാര്യം ചെയ്യാം ബോസ്, ഞാൻ തന്നെ പോവാം. ഒരിക്കലും രഘുവിനെ പോലെ ആയിരിക്കില്ല. അവനെ കൊണ്ടുപോയി മാർട്ടിൻ ഇങ്ങോട്ട് എത്തൂ. അല്ലെങ്കിൽ എൻ്റെ പേര് ആ രഘുവിനിട്ടോ. അതെ, അവനിപ്പോൾ ഇങ്ങോട്ട് എത്തിക്കണം. ഇവിടെ ഇട്ട് ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതയ്ക്കണം. രഘുവിനെക്കാട്ടിലും ഭീകരമായിരിക്കണം അവൻ്റെ അവസ്ഥ. എന്നിട്ട് നമുക്ക് രഘുവിനതൊരു സർപ്രൈസായിട്ട് കൊടുക്കാം. ചെല്ലേ. ബോസിൻ്റെ ഈ ഒരു വാക്കിനായിട്ടാണ് ഞാൻ കാത്തിരുന്നത്. അവനും കൊണ്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വരില്ല ബോസ്. എൻ്റെ നടു. ബോസ് വന്ന എന്തിനാടാ അങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നേ? അവൻ നിന്റെ ആസനാണോടാ ഇടിച്ച് തകർത്തത്? എന്താടാ അങ്ങനെ കിടക്കാതെ എണീറ്റ് വാടാ. നിന്നെ അടിച്ചവനെ തിരിച്ച് പ്രതികാരം ചെയ്യണ്ടേ? ബോസ്, അവനെ ഞാൻ വിടില്ല. ഞാനൊന്ന് എണീറ്റോട്ടെ. ഞാൻ എണീറ്റിട്ട് വേണം അവനിട്ട്. നാട്ടു വൈദ്യര് 2 മാസം എങ്ങനെ കിടക്കാനാ പറഞ്ഞത്. അതുകൊണ്ടാ, അല്ലെങ്കിൽ അവനൊന്നും ജീവനോടുണ്ടാവില്ല. എങ്ങനെ നീ വരുന്നെന്ന് എനിക്കറിയണ്ട. മര്യാദയ്ക്ക് ഗോഡൗണിലേക്ക് വാ. അവിടെ നിനക്ക് വേണ്ടി ഞാൻ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ കാത്തിരിക്കും നിനക്ക്. വാ.